സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ ശനിയാഴ്ച ഏറെ ഒച്ചപ്പാടുകൾക്ക് ശേഷം ഹമാസ് ഭീകരർ 3 ബന്ദികളെ കൂടി വിട്ടയക്കുകയും പകരമായി 369 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തു. സാധാരണ പോലെ തന്നെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവരുടെ ഒരു സ്റ്റേജിൽ ബന്ദികളെ പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് റെഡ് ക്രോസിന് കൈമാറ്റം ചെയ്തത്. എന്തായാലും ഇത്തവണത്തെ ബന്ദികൾ മരണാസന്നരാകത്തക്ക രീതിയിൽ ക്ഷീണിതരായിരുന്നില്ല, റീസണബിളി ഗുഡ് കണ്ടീഷനിലായിരുന്നു. പക്ഷെ എല്ലാവരും അങ്ങേയറ്റം മ്ലാനവതരായിരുന്നു, നിരാശരായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ശരി, കാഴ്ചയ്ക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ലാത്ത നിലയിലാണ് ബന്ദികൾ കാണപ്പെട്ടത്. വിട്ടയക്കപ്പെട്ട പാലസ്തീൻ തടവുകാരുടെ കൂട്ടത്തിൽ 30ഓളം പേർ 2, 3, 4 ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ട ഭീകരവാദികളും കൊലപാതകികളും അങ്ങനെ പല പല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുമാണ്. പലസ്തീൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് സന്തോഷിക്കാൻ മാത്രമുള്ള വകയുണ്ട്. കാരണം അവരുടെ തനി സ്വഭാവത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ കൂട്ടത്തിൽ ലിബറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന വിഷയമാണ്. അതിനിടയിലൂടെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ഇസ്രായേൽ ആക്രമിച്ചേക്കും, അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ആക്രമിച്ചേക്കും എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ വിഷയം വളരെ വിശദമായി പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇറാന്റെ റെസ്പോൺസ് വാസ്തവത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട റെസ്പോൺസാണ്. ഇറാനിയൻ പ്രസിഡന്റ് പെഷേസ്കിയാൻ പറഞ്ഞത്, ഞങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിക്കുകയാണെങ്കിൽ അത്തരത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ ഇറാന്റെ റെസ്പോൺസ് ഈ രീതിയിലല്ല വരാറ്. ഇറാൻ സാധാരണ ഇതിൽ ഇത്തരം ആക്രമണ മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള പ്രതികരണം, ഏത് ആക്രമണവും നേരിടാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇസ്രായേലിനെ തവിടുപിടിയാക്കുമെന്നും ഒക്കെയാണ് സാധാരണ റെസ്പോൺസ് വരാറുള്ളത്. ഇത്തവണ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇറാൻ പറഞ്ഞത്, ഞങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം ആയിരക്കണക്കിന് ന്യൂക്ലിയർ സൈറ്റുകൾ ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ പറയാതെ പറഞ്ഞത്, ഞങ്ങളെ തല്ലണ്ട അമ്മാവ, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞങ്ങൾ നന്നായിക്കോളാം എന്നാണ് പറഞ്ഞത്. ഇറാൻ നേരിടുന്ന പ്രമുഖ പ്രശ്നം എന്ന് പറയുന്നത് ഖമനേയിയും ഈ പെഷേസ്കിയാനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ്. ഖമനേയി എന്ന് പറയുന്ന മത നേതൃത്വം, അവർക്ക് ഡിപ്ലോമസിയെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും യാതൊരു ചിന്തയില്ല. അവരെ സംബന്ധിച്ച് പ്രവാചകന്റെ കൊലപാതകികളെന്ന് അവർ വിളിക്കുന്ന യൂതന്മാരെ നിർമ്മാർജ്ജനം ചെയ്യുക, ആ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലൂടെ അവർ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അത് അനുഭവിക്കുക. അപ്പോൾ പ്രത്യേകിച്ചും ഖമനേയിയെ സംബന്ധിച്ച് മൂപ്പർക്ക് ഈ ലോക ജീവിതമൊക്കെ ഏതാണ്ട് തീർന്ന സംഗതിയാണ്. അപ്പോൾ ഇനി സ്വർഗത്തിൽ പോയിട്ട് ആമ്രാദിക്കാനുള്ളതാണ്. അപ്പോൾ ആമ്രാദിക്കാനുള്ള ആ ഒരു അവസരം എത്രയും വേഗം ആക്കി കൊടുക്കാൻ ജൂതന്മാർക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം പരസ്യമായി ഹമാസ് പോലുള്ള ഓർഗനൈസേഷനെ ടെഹ്റാനിൽ വിളിച്ച് വിരുന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും പ്രകോപിതരാവുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഹമാസ്. അതിനെ വിളിച്ച് ടെഹ്റാനിൽ ഊണ് കൊടുക്കുമ്പോണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അവർ എന്നാൽ പിന്നെ ഇവരോട് തന്നെ നേരിട്ട് കൊടുത്തേക്കാം എന്നവർ ചിന്തിക്കുന്നതിനകത്ത് ഒരു അപാകതയും നമുക്ക് പറയാൻ പറ്റില്ല. അവരത് ക്ഷണിച്ചു വരുത്താണ്. ഇത്തരം ഒരു ആക്രമണം താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളത് ഭരണതലപ്പത്തിരിക്കുന്ന പ്രസിഡന്റിന് അറിയാം. ഇസ്രായേലോ അമേരിക്കയോ അവർ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്കത് കൊള്ളുകല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അവരുടെ ജനത്തെയാണ് അത് ബാധിക്കുക, ജനത്തിനും അതറിയാം. അപ്പോൾ അതാണ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമാണ്, വെറുതെ ഞങ്ങളെ ആക്രമിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. ഞങ്ങൾ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചു അദ്ദേഹം ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് ന്യൂക്ലിയർ സൈറ്റുകൾ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്ന തരത്തിലുള്ള പ്രോമിസുകൾ അദ്ദേഹം വെച്ചിരുന്നു. അപ്പം അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അല്ലാതെ ആക്രമണത്തിലൂടെ ഞങ്ങളെ വെറുതെ പ്രകോപിപ്പിച്ച് വീണ്ടും ഞങ്ങൾ കൂടുതൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് വളരെ ഗൗരവതരമായ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലൂടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബീറോ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ പര്യടനമാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ജെറുസലേമിൽ എത്തിയത് കൊണ്ട് തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അമേരിക്ക കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് പുറകെ തന്നെ ട്രംപ് വരുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ വിസിറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള വിസിറ്റാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വിസിറ്റ്. ഈ മാർക്കോ റുബീറോ എന്ന് പറയുന്ന ആൾ വളരെ മൈൽഡായിട്ട് മിതവാദിയായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരു അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഉണ്ടായിരുന്ന ഒരു റേഡിയോ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഗാസ പ്രദേശം ഏറ്റെടുക്കാം എന്ന് ട്രംപ് പറയുന്നത്
വാസ്തവത്തിൽ അതൊരു ഒരു 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 ട്രിക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അറബ് രാജ്യങ്ങൾ പാലസ്തീന് വേണ്ടി നിരന്തരമായി നിലവിളിക്കുന്നതല്ലാതെ അവർ ഒരു തരത്തിലുള്ള ഒരു സ്റ്റെപ്പും അറബ് രാജ്യങ്ങൾക്ക് ഈ പാലസ്തീന് വേണ്ടി എടുക്കാൻ തയ്യാറല്ല. ഒരു പാലസ്തീനെ പോലും സ്വീകരിക്കാൻ ഒരു അറബ് രാജ്യവും തയ്യാറല്ല. ഗാസ പ്രദേശത്ത് പണം മുടക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പം ട്രംപ് പറയുകയാണ്, ഓക്കെ എന്നാൽ പിന്നെ ഓൾ റൈറ്റ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ ഇതാണ്, ആ ഗാസയിൽ നിന്നുള്ള മുഴുവൻ പേരെയും പൊക്കിയെടുത്ത് വേറെ ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോവുക, എന്നിട്ട് ആ ഗാസാനെ റിവർ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് ആണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കുക വഴി അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയും അവരെ ഇതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് ഈ റേഡിയോ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ ട്രംപ് പറഞ്ഞതിനെ കഴിഞ്ഞും ഒരു ബെറ്റർ പ്ലാൻ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന് പറയാനുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അവിടെ ആവശ്യമുള്ള കാര്യം റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഗാസ റീകൺസ്ട്രക്ട് ചെയ്യണം. ആൻഡ് നമ്പർ 2 ഈസ് റിമൂവൽ ഓഫ് ദ ഹമാസ്, എലിമിനേഷൻ ഓഫ് ദ ഹമാസ്. ഹമാസിനെ എലിമിനേറ്റ് ചെയ്യണം, ഒരുത്തം പോലും ബാക്കിയില്ലാതെ അവിടുന്ന് ഹമാസിനെ ഒഴിവാക്കി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റും. റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഗാസ ആൻഡ് എലിമിനേഷൻ ഓഫ് ദ ഹമാസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ ഇവിടെ കാര്യം നടക്കില്ല. ഇതിനെ സംബന്ധിച്ച് ട്രംപ് കണ്ട പ്ലാൻ ഇതാണ്, ഇവിടെ നിന്നുള്ള ആളുകളെ മൊത്തം, കാരണം ഇത്തിൽ കണ്ണി മരം അടക്കം മുറിച്ച് നീക്കുക, അങ്ങനെ ഗാസ ക്ലീനായി, ഹമാസും പോയി, അത് കഴിഞ്ഞത് റീകൺസ്ട്രക്ട് ചെയ്യുക. ഇനി ഇതിനെ കഴിഞ്ഞ് മെച്ചപ്പെട്ട പ്ലാൻ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ട്രംപ് പറയാതെ പറഞ്ഞു വെച്ചത് എന്നാണ് അദ്ദേഹം റേഡിയോ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം റേഡിയോ ഇന്റർവ്യൂ ഇതൊക്കെ പറയുമ്പോഴും ട്രംപ് ഇദ്ദേഹത്തിന്റെ ഈ പ്ലാനിനെ കുറിച്ച് ഓവൽ ഓഫീസിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഔദ്യോഗിക സ്ഥലത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ട്രംപ് ഏറ്റവും താല്പര്യപ്പെട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു ന്യൂസ് ഏജൻസി, ഫോക്സ് ന്യൂസ് എന്നാണ് പറയുന്നത്, ആ ഏജൻസിക്ക് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിലും അദ്ദേഹം ഈ ഗാസയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്ലാന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 other occasions 2 തവണ കൂടി അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ട്രംപ് പറയുന്നത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ്. നെതന്യാഹു അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ശരി, ഈ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ ആൻഡ് എലിമിനേഷൻ ഓഫ് ഹമാസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒഴിവാക്കാനാവാത്ത സംഗതിയാണ്. അത് ട്രംപിന്റെ പ്ലാൻ അനുസരിച്ച് നീങ്ങുമോ അല്ല അറബ് രാജ്യങ്ങൾക്ക് മെച്ചപ്പെട്ട പ്ലാൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. നെതന്യാഹു പറഞ്ഞത് ഇദ്ദേഹവുമായിട്ടുള്ള ഈ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടുള്ള മാർക്കോ റൂബിയോയുമായിട്ടുള്ള ഈ മീറ്റിംഗിന് ശേഷം അവര് ഒരു കമ്പൈൻഡ് പ്രസ് മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പൊ കമ്പൈൻഡ് പ്രസ് മീറ്റിംഗിൽ നെതന്യാഹു പറഞ്ഞത്, 16 മാസമായി ഞങ്ങൾ ഈ ഭീകര പ്രവർത്തകരുമായിട്ട് നിരന്തരമായ യുദ്ധത്തിലാണ്, അവരെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ജോബ് ഫിനിഷ്, ഇതൊക്കെ ഇറാന്റെ കൈകൾ തന്നെയാണ്. അപ്പൊ ഇറാന്റെ കൈകളെ ഞങ്ങൾ 16 മാസമായിട്ട് തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജോബ് ഏകദേശം തീരാറായി. ട്രംപിന്റെ സഹായത്തോടെ ഈ ജോലി ഞങ്ങൾ ഉടനെ അവസാനിക്കും. വി വിൽ ഫിനിഷ് ദ ജോബ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള വാക്ക്. അപ്പോൾ വി വിൽ ഫിനിഷ് ദ ജോബ് എന്നുള്ളത് ഇന്റർനാഷണൽ മീഡിയ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിച്ചുകൊണ്ട് ഈ ജോലി അവസാനിപ്പിക്കും എന്നാണ് ഇന്റർനാഷണൽ മീഡിയ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് നെതന്യാഹു അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വി വിൽ ഫിനിഷ് ദ ജോബ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്റർനാഷണൽ മീഡിയയിലെ മിക്കവാറും എല്ലായിടത്തും ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് വി വിൽ ഫിനിഷ് ദ ജോബ് നെതന്യാഹു എന്നാണ്. ഇപ്പോൾ റബീറോ പറയുന്നത്, ഇതിനെ സംബന്ധിച്ച് ഈ കമ്പൈൻഡ് പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നത്, ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇറാഖിൽ വർക്ക് ചെയ്യുന്ന ടെറർ ഓർഗനൈസേഷൻസ് ആയിക്കൊള്ളട്ടെ, ലെബനോണിലെ ടെറർ ഓർഗനൈസേഷൻസ് ആയിക്കൊള്ളട്ടെ, സിറിയയിലെ ടെറർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, എവിടെയും എല്ലായിടത്തും ഇറാനെയാണ് കാണാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഇറാനാണ്, ഹമാസിന്റെ പിന്നിലും ഇറാനാണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ, ഹമാസിനെ നിർമ്മാർജ്ജനം ചെയ്യാതെ ഈ പ്രശ്നം അവസാനിക്കുകയില്ല. 2, ന്യൂക്ലിയർ പവർ ഇറാൻ ഉണ്ടാവാൻ പാടില്ല. ഈ 2 കാര്യങ്ങളാണ് ഇദ്ദേഹം റബീറോ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഹമാസ് ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല, ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ്. 2, ഇറാന് ന്യൂക്ലിയർ പവറും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പലതരം സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞില്ല. ഈ 2 കാര്യങ്ങൾ നടന്നേ പറ്റൂ എന്ന് അദ്ദേഹവും ഈ മീറ്റിംഗിൽ പറയുകയുണ്ടായി. അതിനിടയിലൂടെ MK-84 എന്ന് പറയുന്ന വളരെ ഹെവി ആയിട്ടുള്ള ബോംബ്, 2000 പൗണ്ടിന് മേലെ തൂക്കമുള്ള ബോംബുകൾ അമേരിക്ക ഇസ്രായേലിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 1800 എണ്ണമാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് ലോട്ട് ഏകദേശം 85 എണ്ണം ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ. അതിനിടയിലുള്ള വിറ്റ്കോഫ്, ട്രംപിന്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഇദ്ദേഹമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ആള്. ഇദ്ദേഹം അവിടെ ഉണ്ട്. ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് മുന്നിൽ അദ്ദേഹമാണുള്ളത്. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ. അദ്ദേഹം പറയുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ phase 2 നടക്കും എന്ന് തന്നെയാണ്. അപ്പൊ phase 2 IDF ഹമാസിന്റെ പിടിയിലുള്ള 16 IDF ഭടന്മാരുണ്ട്. അവരെ റിലീസ് ചെയ്യേണ്ടതും, കൂടാതെ ഒരു അമേരിക്കൻ പൗരൻ ഏദൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു
പൗരനും റിലീസ് ചെയ്യപ്പെടാനുണ്ട്. അവരെയൊക്കെ ഈ ഫേസ് 2-ലാണ് റിലീസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇതൊക്കെ നടക്കും എന്നാണ് വിറ്റ്കോഫ് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിലൂടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഹമാസ് വെടിനിർത്തലിൽ നിന്ന് ബന്ദി കൈമാറ്റത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ടെന്റ് മെറ്റീരിയൽസ് കടത്താൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല, ഹെവി മെഷീനറി കടത്താൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല. ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ബന്ദി കൈമാറ്റം നിർത്തിവെച്ചത്. അപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും കമ്പൈൻഡായിട്ട് ഭീഷണിപ്പെടുത്താൻ പിന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഹമാസ് പറഞ്ഞു വേണ്ട, 3 ബന്ദികൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞും ഇന്നലെയും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ടെന്റ് മെറ്റീരിയൽസ് കടത്താൻ പറ്റില്ല, അതുപോലെ ഹെവി മെഷീനറീസും കടത്താൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പുറകിൽ അവർ കടത്താൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളാണ്. അങ്ങനെ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും അനുവദനീയമല്ല. അതുകൊണ്ട് ടെന്റ് മെറ്റീരിയൽസോ ഹെവി മെഷീനറീസോ ഗാസ റീജിയനിലേക്ക് കടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് നെതന്യാഹു വീണ്ടും റിപ്പീറ്റഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടയിലൂടെ റാഫേൽ ഇന്നലെ 3 പേരെ ഇസ്രായേൽ പട്ടാളം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഗാസയുടെ എൻട്രി പോയിന്റ് ആണല്ലോ റാഫേൽ എന്ന് പറയുന്നത്. അവിടെ ഇന്നലെ 3 പേരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ആ 3 പേരും ഹമാസ് ഭീകരരാണ്, ആയുധധാരികളായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതല്ല, അത് പോലീസ്മെൻ ആണ് എന്നാണ് ഹമാസ് പറയുന്നത്. ദെൻ അതിനിടയിലൂടെ നെതന്യാഹു പറയുന്നുണ്ട്, മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ, അദ്ദേഹം അതിന് ടൈം ബൗണ്ട് പറഞ്ഞിട്ടില്ല, മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഓപ്പൺ ഗേറ്റ്സ് ഓഫ് ദ ഹെൽ, നരകത്തിന്റെ ഗേറ്റുകൾ തുറക്കുന്നതിന് തുല്യമായ അനുഭവം ഗാസയിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം റിപ്പീറ്റഡായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ട്രംപ് ഉടനെ തന്നെ ജെറുസലേമിലെത്തും. അതുകൂടാതെ അദ്ദേഹം അവിടെ നിന്ന് നേരെ പോകുന്നത് റിയാദിലേക്കാണ്, സൗദി അറേബ്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റിയാദിലേക്കാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം അബുദുബായ്, UAE-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ക്യാപിറ്റലായിട്ടുള്ള അബുദുബായിയും അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിസിറ്റിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് റിയാദിന്റെ സഹകരണത്തോടെ ഇറാനിയൻ ഒഫീഷ്യൽസുമായിട്ട് ഒരു ടോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ പ്ലാനിൽ വെച്ചിട്ട് ഇറാന്റെ ന്യൂക്ലിയർ ഡിസാമം അമൻഡ്, അതായത് അതിനെ നോൺ ന്യൂക്ലിയർ ആക്കി മാറ്റുന്ന ചർച്ചകൾ അവിടെ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ പവർ ഇറാൻ സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും പകരമായി എക്കണോമിക് പാക്കേജസ് ഇറാന് വേണ്ടി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ചർച്ചയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 2, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റിയാദിലെത്തുമെന്നും ട്രംപിനെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. അവിടെ വെച്ചൊരു ചർച്ചയിലൂടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഈ റബീറോയുടെ മീറ്റിങ്ങുകളുണ്ട്. ഇദ്ദേഹവും റിയാദിലേക്ക് തന്നെയാണ് പോകുന്നത്. റിയാദിൽ വെച്ച് ഇദ്ദേഹം ഇറാനിയൻ ഒഫീഷ്യൽസിനെ കാണുന്നുണ്ട്, കൂടാതെ റഷ്യൻ ഒഫീഷ്യൽസിനെയും കാണുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ മീറ്റിങ്ങിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ റബീറോ ഇപ്പോൾ ഈ റീജിയനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ആത്യന്തികമായി ഇതിന്റെ റിസൾട്ടുകൾ സമാധാനമായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഹമാസിനെ വേരോടെ പറിച്ചു കളയുന്ന ജോലി അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഗാസയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കും, ഒഴിപ്പിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ വേര് പറിച്ച് കളയുന്ന ആ ഒരു ജോലി, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹമാസിനെ എത്തിക്കേണ്ട ജോലി അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇറാനെ കൂടി അതിൻ്റെ ഒരു ഭാഗമാക്കി പങ്കെടുപ്പിച്ചേക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചേഞ്ചസിലേക്കാണ് ഇത് ആത്യന്തികമായിട്ട് പോകുന്നതെന്നാണ് സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.